ഞാൻ പ്രകാശ് നായർ. നിങ്ങൾക്കെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വർണം പോലെ തന്നെ വിലയേറിയ ലോഹങ്ങളിൽ ഒന്നാണ് വെള്ളി. ദീർഘകാല നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടിയാണ് ഇതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളിയിൽ നിന്ന് ലഭിച്ച മികച്ച വരുമാനം ഈ പ്രസ്താവനയെ സ്വാധീകരിക്കുന്നു. സ്വർണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വെള്ളി വളരെ അധികം വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. വാഹന വിപണിയിലെ പുത്തൻ ട്രെൻഡായ വൈദ്യുത കാറുകളും സ്കൂട്ടറുകളും നിർമ്മിക്കുന്നതിനും സോളാർ പാനലുകളുടെ നിർമ്മാണത്തിലും അത്യാവശ്യമായ വസ്തുവാണ് വെള്ളി. ഇവയ്ക്കുൾപ്പെടെ വ്യവസായ മേഖലയിൽ നിന്നും വെള്ളിക്കുള്ള ആവശ്യം സമീപകാലത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യക്കാർ കൂടിയതോടെ വെള്ളി വിലയും വർദ്ധിച്ചു. ഇലക്ട്രോണിക്സ് ഐറ്റംസ് നിർമ്മാണത്തിലും സോളാർ പാനലുകൾ, ആഭരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും ധാരാളമായി വെള്ളി ഉപയോഗിക്കുന്നു. വ്യവസായ വളർച്ചയ്ക്കൊപ്പം വെള്ളിയുടെ ആവശ്യകതയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ വില ഭാവിയിൽ വർദ്ധിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ വെള്ളി മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ലോഹമാണ്. പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡുകൾ പോലുള്ള സങ്കീർണ ഇലക്ട്രോണിക് സാധനങ്ങളുടെ നിർമ്മാണത്തിലും വെള്ളി വളരെയധികം ഉപയോഗിക്കുന്നു. വെള്ളിയുടെ ഉയർന്ന വൈദ്യുത ചാലകതയും കുറഞ്ഞ ഓക്സിഡേഷൻ സാധ്യതയും ഇതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. സോളാർ പാനലുകളുടെ നിർമ്മാണത്തിന് വലിയ തോതിൽ വെള്ളി ഉപയോഗിക്കുന്നു. സൗരോർജ സംബന്ധമായ സാമഗ്രികളുടെ വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് വെള്ളി ഒരു അവിഭാജ്യ ഘടകമാണ്. സോളാർ സെല്ലുകളുടെ നിർമ്മാണത്തിന് വെള്ളി ഒരു പ്രധാന ഘടകമാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വെള്ളിയുടെ പ്രത്യേക ഗുണങ്ങൾ ഇത് സഹായിക്കുന്നു. ആഭരണ നിർമ്മാണങ്ങളിലും മറ്റ് ആഡംബര വസ്തുക്കളുടെ നിർമ്മാണത്തിലും വെള്ളി ഒരു മുഖ്യ ഘടകമാണ്. നൂറ്റാണ്ടുകളായി ആഭരണ നിർമ്മാണത്തിൽ വെള്ളി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. വെള്ളി വളരെ വഴക്കമുള്ളതും അതോടൊപ്പം തേയ്മാനത്തെ പ്രതിരോധിക്കുന്നതുമായതിനാൽ ആകർഷകമായ ഡിസൈനുകളിൽ വെള്ളി ആഭരണങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ ലോകത്തിന് കഴിയുന്നു. വില സ്വർണത്തേക്കാൾ കുറവായതിനാൽ വെള്ളി ആഭരണങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. വെള്ളിയുടെ ഉപയോഗം ഇലക്ട്രോപ്ലേറ്റിംഗ്, കാറ്റലിസ്റ്റുകളുടെ നിർമ്മാണം, വൈദ്യുത ശാസ്ത്രരംഗത്ത് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ ഉപയോഗിക്കപ്പെടുന്നു. വെള്ളിയുടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കാരണം വെള്ളി കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഭാവിയിൽ വ്യവസായ വളർച്ചയ്ക്കൊപ്പം വെള്ളിയുടെ ഉപയോഗം അനുദിനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വെള്ളിയുടെ വിലയിൽ സ്ഥിരതയ്ക്കും വർധനയ്ക്കും കാരണമാകും. സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് സ്വർണത്തെപ്പോലെ വെള്ളിയും മുൻപന്തിയിൽ നിൽക്കുന്നു. സാമ്പത്തിക അസ്ഥിരതയുടെ കാലങ്ങളിൽ വെള്ളിയിലുള്ള നിക്ഷേപം വളരെ സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തിക അസ്ഥിരതയുടെ കാലങ്ങളിൽ വെള്ളി വില സ്ഥിരത കാണിക്കുന്നു. ചരിത്രപരമായി നോക്കിയാൽ വെള്ളിയുടെ വില ദീർഘകാല അടിസ്ഥാനത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. വിപണിയുടെ വ്യതിയാനങ്ങളെ ആശ്രയിക്കാതെ വ്യത്യസ്ത നിക്ഷേപ ഓപ്ഷനുകൾ ആഗ്രഹിക്കുന്നവർക്ക് വെള്ളിയിലുള്ള നിക്ഷേപം വളരെ ഉത്തമമായിരിക്കും. വെള്ളിയിൽ നിക്ഷേപിക്കുവാൻ വിവിധ മാർഗങ്ങളുണ്ട്. വെള്ളിക്കട്ടകൾ, വെള്ളി നാണയങ്ങൾ, സിൽവർ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നിവ ഇതിലുൾപ്പെടുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും റിസ്ക് സഹിഷ്ണുതയ്ക്കും അനുയോജ്യമായ രീതിയിൽ ഏത് നിക്ഷേപവും തിരഞ്ഞെടുക്കാം. സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിയിൽ നിക്ഷേപം ആരംഭിക്കുവാൻ കുറഞ്ഞ തുക മതിയാകും. ഇത് വെള്ളിയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധാരണക്കാരായ ആളുകളെ പ്രേരിപ്പിക്കുന്നു. വെള്ളിയിൽ നിക്ഷേപം നടത്തുന്നതിലും അപകട സാധ്യതകളുണ്ട്. വെള്ളിയുടെ വിലയും ആഭ്യന്തര അന്താരാഷ്ട്ര വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാണ്. വെള്ളിയുടെ നിക്ഷേപത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു നിക്ഷേപ രീതിയാണ് സിൽവർ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ സിൽവർ ETF. രാജ്യാന്തര വിപണിയിൽ ഈ നിക്ഷേപ രീതി വർഷങ്ങൾക്ക് മുമ്പേ നിലവിലുണ്ടെങ്കിലും ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് സിൽവർ ETFകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തന അനുമതി നൽകിയത്. ഗോൾഡ് എന്ന പോലെ വെള്ളി ETF-ലും നിക്ഷേപിക്കാൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അനുമതി നൽകിയത് 2021 ഒക്ടോബറിലാണ്. സ്വീകാര്യതയും നിക്ഷേപകർക്ക് സമ്മാനിക്കുന്ന നേട്ടത്തിലും മറ്റും
നിക്ഷേപ മാർഗങ്ങളെ വെല്ലുന്ന പ്രകടനമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് സിൽവർ ETF-കൾ കാഴ്ചവെച്ചത് എന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം, അതായത് 2024-ൽ ഇതിനകം സിൽവർ ETF-കൾ നൽകിയത് ശരാശരി 26% കൂടുതലുള്ള നേട്ടമാണ്. ഈ വർഷം മെയ് 21 വരെയുള്ള പ്രകടനം വിലയിരുത്തിയാൽ ഏറ്റവും അധികം നേട്ടങ്ങൾ നിക്ഷേപകർക്ക് സമ്മാനിച്ചത് HDFC സിൽവർ ETF ആണ്. ഏകദേശം 27%. UTI സിൽവർ ETF ഫണ്ട് ഏകദേശം 27.25% നേട്ടം നൽകി. ആക്സിസ് സിൽവർ ETF ഏകദേശം 26.95%, ആദിത്യ ബിർള സിൽവർ ETF ഏകദേശം 26.14%, ICICI പ്രൊഡൻഷ്യൽ സിൽവർ ETF 26.12% വരുമാനം നൽകി. ആഗോളതലത്തിലെ സാമ്പത്തിക അസ്ഥിരതകളും രാഷ്ട്രീയ സംഘർഷങ്ങളും മൂലം നിക്ഷേപകർ ഓഹരികളിലും കടപ്പത്രങ്ങളിലുമുള്ള നിക്ഷേപങ്ങൾ കൈവിട്ട് സുരക്ഷിതം എന്ന നിലയിൽ സ്വർണത്തിലും വെള്ളിയിലും വൻതോതിൽ നിക്ഷേപങ്ങൾ നടത്തി. സ്വർണത്തിനും വെള്ളിക്കും ആവശ്യക്കാർ കൂടിയത് വിലകുതിപ്പിനും കാരണമായി. ഈ രംഗത്ത് വിദഗ്ധരായ വ്യക്തികളുടെ അഭിപ്രായമനുസരിച്ച് ഒരു വ്യക്തിയുടെ മൊത്തം നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ കുറഞ്ഞത് 10% സ്വർണം വെള്ളി നിക്ഷേപങ്ങൾ ആയിരിക്കണമെന്നവർ ഉപദേശിക്കപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷം വെള്ളിയിലുള്ള നിക്ഷേപം ഏകദേശം 177% വരുമാനം നൽകി. ഇതൊരു വർഷം നിക്ഷേപകന് 28%, കഴിഞ്ഞ 6 മാസത്തിലുള്ള നിക്ഷേപത്തിന് ഏകദേശം 20% ആണ് വരുമാനം നൽകിയത്. 1981-ൽ 1 കിലോ വെള്ളിയുടെ വില 2715 രൂപയായിരുന്നത് ഇന്ന് ഏകദേശം 89,000 രൂപയോളം ആയി കൂടിയിട്ടുണ്ട്. ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും കടപ്പത്രങ്ങളിലും മറ്റ് സ്ഥിര വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതികളെ പോലെ തന്നെ സ്വർണത്തിലും വെള്ളിയിലുമുള്ള നിക്ഷേപം നിങ്ങളുടെ പോർട്ട്ഫോളിയോകളിൽ ഉൾപ്പെടുത്തുവാൻ മറക്കരുത്. വെള്ളിയിലും സ്വർണത്തിലും നേരിട്ട് നിക്ഷേപങ്ങൾ നടത്തുന്നതിന് പകരം ഡിജിറ്റൽ രീതിയിലുള്ള നിക്ഷേപമാണ് അഭികാമ്യം. ഓഹരി, കടപ്പത്രം, മ്യൂച്വൽ ഫണ്ട്, ETF തുടങ്ങിയ നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്ന് സ്വയം പഠനങ്ങൾ നടത്തുകയോ ഒരു വിദഗ്ധൻ്റെ സേവനം തേടുകയോ ചെയ്യുക. ഈ വീഡിയോ നിക്ഷേപങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശമായോ ഉപദേശമായോ കണക്കാക്കരുത്. ഇതുപോലെ ഉപകാരപ്രദമായ 800-ലധികം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തുവാൻ എൻ്റെ യൂട്യൂബ് ചാനലായ പ്രകാശ് നായർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.